ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇതാണ് സുരേഷ് അങ്കിൾ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എവിടെ പോവാം? അശ്വതിയുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു സർപ്രൈസ് വീഡിയോന്റെ അവസാനം മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ അവസാനം വരെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ അടിച്ചു വിടാതെ കണ്ടാ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് അതിന്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് പട്ടിക്കാടല്ല, ഇത് പാലക്കാട്, ബ്യൂട്ടി ഓഫ് പാലക്കാട്. ഞാൻ കണ്ടു ഗൈസ്, ഒരു കമ്മിങ് ഫ്രം എ സിറ്റി ലൈക്ക് ട്രിവാൻഡ്രം. ഐ ആം സോ മെട്രോ കുഴി കുത്തി. പക്ഷെ അവളുടെ വീടിന് സർക്കാരിനാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണേണ്ടത്. വർഷങ്ങളായി നമ്മളെ പറഞ്ഞു പറ്റിയായിരുന്നു. ശശി തരൂരല്ലേ ചോദിക്കേ വിപ്ലവൊക്കെ ഉണ്ടാക്കാം. ഒരു ഒതന്റിക് ആയിട്ടുള്ള നമ്മള് ഒതന്റിക് ആയിട്ടുള്ള സ്ഥലത്താണ് ഗൈസ് പോകുന്നത്. അതിനാണ് ഈ കുട്ടികൾ ഒതന്റിക് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച് അറിയില്ല. ഒതന്റിക്കിന്റെ അടിസ്ഥാനം അല്ല തലസ്ഥാനം പറയുന്നത്. ഒന്നിരിക്കാമോ? ബഹുമാനം കേരളം ഒന്നടങ്കം അറിയാതെ പോയൊരു സ്പോട്ടാണ്. ആരും കാണാത്ത സ്പോട്ട്, ആർക്കും അറിയാത്തൊരു സ്പോട്ട്. ആ സ്പോട്ട് ആരും നന്മയുള്ള ആൾക്കാർ മാത്രം. അതാണ് ബേസിക്കലി കണ്ടോ. പിന്നെ ഇത് സൺഡേ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് നാട്ടുകാരിയുടെ എനർജി ഉയർന്നു. നിങ്ങൾ തിയേറ്ററിൽ എന്താണ് രാത്രി 12 മണിക്ക് സിനിമ കാണണമെന്ന് തിയേറ്റർ, അതും സിനിമ കാണാൻ. എടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് അകത്തേക്ക് പോകണം. അകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. അത് വീഡിയോ ലാസ്റ്റ് വരെ വെച്ചത് നിങ്ങൾക്ക് വീഡിയോ വരുന്നതായിരിക്കും. ഈ ആൽബത്തിലുണ്ടാവും. കണ്ടോ, ഇതൊക്കെ നാട്ടുകാരാണ്. എനിക്കറിയില്ല. അതൊക്കെ എനിക്കറിയില്ല. അത് അമ്മമ്മയുടെ അച്ഛനായിരുന്നു. ഇത് എന്റെ അച്ഛൻ, ഇത് വല്യമ്മ, ഇത് അമ്മയുടെ അപ്പൊ അമ്മൂമ്മ അമ്മ. അതാണ് എന്റെ അമ്മ, പാവന്റെ അമ്മ. അമ്മയുടെ മൂത്തേട്ടനത്. അതെ 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 അതെ. ഇതാ അമ്മമ്മ. ഇതാണ് നമ്മളിപ്പോ താഴെ കണ്ട അമ്മമ്മ. ഇതാണ് എന്റെ അമ്മമ്മ. താഴെ കണ്ട അമ്മമ്മ. ഇതാണ് നമ്മളിപ്പോ ഇത് അമ്മമ്മ അച്ഛൻ. ഇതൊരു ബോംബെയിലുണ്ടായിരുന്ന സമയത്തെ ഫോട്ടോനാ. ഇതെന്റെ അമ്മ. എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ സെയിം ഫോട്ടോ ഉണ്ട്. ഇത് അമ്മയും വല്യമ്മയും. വേറെ ആളെ മാതിരി ഉണ്ട്. ഇത് നമ്മളൊന്നും നോക്കിത്തില്ല. ഇതെന്നെ അമ്മയും അച്ഛനും. അതൊക്കെ നമ്മുടെ അശ്വതിയുടെ അമ്മ. കണ്ടോ, ഇതൊക്കെ എന്റെ അമ്മ. കണ്ടാ, ഓ എന്റെ അമ്മ. എന്റെ അവിടെ മുടി എന്റെ അമ്മ പറഞ്ഞു തരുന്നു. നിനക്ക് എന്റെ അമ്മയുടെ കൂടെയല്ലേ കിട്ടിയേക്കുന്നത്? ഇപ്പൊന്നുമില്ല. ഇതൊക്കെ എന്റെ അമ്മ. അമ്മ അച്ഛനുള്ള സിംഗിൾ അതെടുക്ക്. അമ്മ അച്ഛനും മാത്രമുള്ള ഇവരുടെ കുട്ടിയാണ് കുട്ടി. അതൊക്കെ എന്റെ അമ്മച്ചനൊക്കെ യൂട്യൂബിൽ എന്തൊക്കെ വൈകുന്ന തല്ലി കൊല്ലും മിക്കവാറും. അവരുടെ പ്രൈവസി നഷ്ടപ്പെട്ടു. അതാ അച്ഛൻ. അമ്മമ്മയുടെ അച്ഛന്റെ എഴുത്തുട്ടിയാണ്. എഴുത്തുപെട്ടിയോ എന്ന് പറഞ്ഞാ? മറ്റേ അച്ഛൻ അമ്മമ്മയുടെ അച്ഛൻ കാണിക്കാമോ? ഇതിപ്പോ വേറെ ആൾക്കാരുടെ ഡയറിയാണ്. കണ്ടോ ഇങ്ങനത്തെ അനിപ്പിലി ചെയ്യുന്നു അല്ലേ? എല്ലാവർക്കും എടുത്തുവോ? പോവാം.
ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫോൺ കിട്ടിയത്. ഇവിടെ ഒരു ക്യൂട്ടസ്റ്റ് സാധനം ഉണ്ട് നമ്മുടെ. അശ്വതി കുഞ്ഞു വന്ന റേഡിയോ അല്ലേ? റേഡിയോ അല്ലേ ഗൈസ്? നമ്മള് റേഡിയോ കണ്ടു. അതെ. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് വീടിന്റെ അകം കണ്ടു. നമ്മള് വെളി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുഞ്ഞു സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മളപ്പോ ഇങ്ങനെ പോയി അതാ. പക്ഷെ ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസം. അവിടെ എന്താ? അതാണ് കിണറ്. അല്ല, അത് ഈ പറമ്പിൽ കൊറേ കിണറുണ്ട്. അതിൽ ഒരു കിണറാണ് ആ കിണർ. പക്ഷേ ഹായ് ഗൈസ്, അശ്വതി ആർക്കോ ടാറ്റ കൊടുക്കുന്നു. നല്ല കൊതുണ്ട്. ആയതുകൊണ്ടാ എന്താ സൂക്ഷിക്കണം. ഇത് മൊത്തം തുരുമ്പിച്ചതാട്ടോ. തലയൊക്കെ താഴ്ത്തിപ്പോന്നെ. അതാ തലയൊക്കെ താഴ്ത്തിപ്പോന്നു. കോളേജിൽ ഞായറാഴ്ച ആണല്ലോ, അപ്പൊ അങ്ങനെ അറിഞ്ഞതാ. ഒറ്റയ്ക്കല്ലേ ഇപ്പൊ വന്നത്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇതൊക്കെ നമ്മുടെ തൊട്ടാവാടിയൊക്കെ. നന്നായി കൊതു കടിക്കും. ഞാൻ പറഞ്ഞില്ല അവിടെ. അതാ മറ്റേ അതൊക്കെ തോടുണ്ടോ? തോടുണ്ട് അങ്ങനെ അത്ര എക്സൈറ്റ്മെന്റ് കൊടുക്കണം. അതാ തോട് കാണിച്ചാലോ നിങ്ങക്ക്? നമ്മുടെ എക്സൈറ്റ്മെന്റ് കൊറേ കാണാനുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം കണ്ടു. ഇവിടെ വെച്ചാൽ ഫുൾ നമുക്ക് മരമാണ്. മരം കൊണ്ട് ഫുൾ കവർ. ഇത് നമ്മളെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് ആടാൻ പറ്റിയ അശ്വതി പോകുന്നു. നമ്മൾ ഇങ്ങനെയാണ് എന്നിട്ട് ലാസ്റ്റ് ആക്കെ മനസ്സിൽ നീ പോലെ ഓടി നടന്ന് ജനിച്ച് വളർന്ന ഒരു ജനിച്ച് നടന്നു അല്ലേ? ജനിച്ചിട്ട് ഓടിയാ? അല്ല, ജനിച്ചു നടന്നു ഓടി വളർന്നു. നമുക്ക് പോണം. ബാത്റൂമായിരുന്നു പണ്ടത്തെ. അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞേ. ഇതേ നോക്കൂ നെഫി, നിന്റെ ഷൂസ് പഞ്ചമി എടുത്തിട്ടു. അവിടെ നിന്റെ ചെരുപ്പ് ഞാനും എടുത്തിട്ടു. മെയിൻ റോഡ് നല്ല കൊതുശല്യം. കൊറേ കിണറുണ്ട്. പാമ്പുണ്ട്, കൊറേ കിണർ. ആ പാമ്പിന് അതിനുള്ള പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏട്ടന്റെ വീടായിരുന്നു അത്. ബാക്കിലെ അങ്ങോട്ട് നമുക്കിപ്പോ തിരിച്ചു പോവാം. ഗൈസ്, നമ്മള് അതിമനോഹരമായ പുസ്തകത്ത് പാഠം കണ്ടു. ആണ് പറഞ്ഞ തോട്. പക്ഷെ തോട്ടിൽ വെള്ളമില്ല അശ്വതി. പണ്ടത്തെ തോടാണ് ഗൈസ്. നമ്മള് അഡ്വഞ്ചർ ഗൈസ്. നിങ്ങൾക്ക് കിട്ടും. നിങ്ങക്ക് എന്ത് വേണം? ഇവിടെ എന്ത് വേണോ കിട്ടും. നിങ്ങക്ക് മാങ്ങ വേണോ? മാങ്ങ വേണ്ട. ചക്ക വേണോ? ചക്ക എവിടെ? ചക്ക. ഓക്കെ ചക്ക. നിങ്ങക്ക് മൈലാഞ്ചി വേണോ? നിങ്ങക്ക് പന വേണോ? നിങ്ങക്ക് കഞ്ചാവ് വേണോ? കഞ്ചാവ്. നമുക്ക് പോവാം. അശ്വതി ലാസ്റ്റ് ഇവിടെ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞ പോലീസ് വരും. അതാ വളയിട്ടവരോ? അത് വള്ളി ചുറ്റിയത്. അശ്വതിക്ക് മാത്രം അതാണ് വളയിട്ട മരം. നിങ്ങൾക്ക് തോന്നുന്നു ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ടതാണ്, പക്ഷെ അല്ല. ഇത് എക്സ്ക്ലൂസീവ് ആണ്. പാഠം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മനോഹരമായ പാഠം പാടം കണ്ടെങ്കിൽ കോട്ടയത്ത് പാടം എവിടെ? ഒന്നും അറിയാത്ത ഓരോരുത്തരും കൊണ്ട് ഞാൻ വരും. കൊതുകടിക്കും, നമ്മൾ അടിച്ചടിച്ച് തുടങ്ങി. നമ്മളപ്പോ ഇതിലെ കൂടെ ചെന്ന് നമ്മളിപ്പോ വീടിന്റെ പുറകിലെത്തി ഗൈസ്. നീ നടന്ന അതാ നമ്മൾ ഇതിലെ കൂടെ കയറി ഇങ്ങനെ പോയി. അതാ ഇതിലെ കൂടെ അല്ലായിരുന്നു നമ്മൾ കയറിയത്. ബട്ട് നമ്മൾ ഇതിലെ കൂടെ എവിടെ ഇരട്ടത്തങ്ങ എവിടെ ഗൈസ്? ഗൈസ് ഇത് ഏത് വകയിൽ ഇരട്ടത്തങ്ങാവും? അതാ അമ്മമ്മേ ടാറ്റ കാണിക്കോ? നമ്മളിന്ന് റീലെടുക്കാൻ പോവാണ്. ടാറ്റ.
ടാറ്റാ. അപ്പൊ നമ്മളിപ്പോ എവിടെയാ വന്നേക്കുന്നത്? ജസ്റ്റ് നമ്മളിപ്പോ 7th ലോഞ്ചിലാണ്. എവിടെ? 7th ലോഞ്ച്. ഓക്കെ, നമ്മൾ 7th ലോഞ്ചിലാണ് വന്നേക്കുന്നത്. 7th ലോഞ്ച്. ആ, അവിടെയാണ് വന്നേക്കുന്നത്. പിന്നെ ഫുഡ് ടൈം. നമ്മള് ഫുഡ് ഷമീനി പോയി കഴിച്ചു. ഫുഡ് എത്ര കൊള്ളില്ലായിരുന്നു. ഫുഡ് എത്ര കൊള്ളില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോന്ന്? നമ്മളിനി അടുത്ത പോകുന്നത് നീ തൊട്ടതെല്ലാം സീന് മാന് 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 ഞാൻ ഉന്നോട് ഗോൾമീൻ കൊണ് 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 റോജാപ്പൂ പോലെ കെട്ടിട്ട കെട്ടി കിട്ടാതടി ഉരുകുന്നേ. നമ്മളിപ്പോ അശ്വതിയുടെ വീട്ടിൽ വന്ന ഗൈസ്. നോ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മളിടും. അതാ ഗൈസ്, ഇതാണ് അശ്വതിയുടെ അമ്മമ്മ. ഗൈസ്, ഞാൻ വലത്തെ കാല് വെച്ച് കേറിയിട്ടുണ്ട് ഗൈസ്. വലത്തെ കാല് വെച്ച് നമ്മൾ ഐഫോണിന്റെ കവർ മരുന്ന് കാണുന്നു. ലാസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാ നമ്മുടെ അശ്വതിയുടെ വീട്. അശ്വതിയുടെ അശ്വതിയുടെ വീട്ടിലാണ് ഗൈസ്. അച്ഛന്റെ വീട്ടില് അശ്വതിയുടെ സ്വന്തം വീട്ടിലാണ് ഗൈസ്. നമ്മള് കേറി ഇറങ്ങി നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകും. വീട് അടച്ച് അതിന് തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ് ഗൈസ്. നമ്മൾ വണ്ടി ട്രിപ്പ്